കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി, അതൊരു വേള എന്നേക്കാൾ അറിയുന്നവർ, നിങ്ങൾ ഈ നാട്ടുകാർ ഈ പരിപാടി എന്തുകൊണ്ട് ഈ പ്രദേശത്ത് മുണ്ടിയങ്കാവ് അങ്ങാടിയിൽ പോലും വെക്കാതെ ഇങ്ങോട്ട് താഴത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നതിൻ്റെ കൂടി പ്രസക്തിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കള്ള ശൈഖ് വന്നു. അത് പിന്നീട് ജനങ്ങളൊക്കെ സമ്മതിച്ചു അയാൾ കള്ളനാണ് എന്ന്. അയാൾ അന്വേഷിച്ച് പോലീസ് വന്നപ്പോഴാണ് എന്ന് മാത്രം. പക്ഷെ ആ പോലീസ് വരുന്നത് വരെ അയാൾ കള്ളനല്ല, വ്യാജനല്ല, അയാൾ ഒറിജിനൽ ശൈഖാകുന്നു എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് പലരും ചെന്നുപോയി. അയാളെ പരിപാലിക്കാനും അയാൾക്ക് സഹായങ്ങൾ ചെയ്യാനും അയാളെ കൂടെ നടക്കാനും അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കാനും സാധുജനങ്ങളിൽ പലരും തയ്യാറായിപ്പോയി. എന്തുകൊണ്ടാണ് തയ്യാറായത്? ആ മനുഷ്യൻ വന്നിട്ട് ഇവിടെ ഉള്ള പലരുടെയും അവർക്ക് മാത്രം അറിയുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന പല അദൃശ്യങ്ങളും, അവർ ആരോടും പങ്കുവെക്കാത്ത പല കാര്യങ്ങളും അയാൾ ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ്. തലേ രാത്രിയിൽ ചെയ്തതും ആരും അറിയാതെ അയാൾ പ്രവർത്തിച്ചതും അയാളുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചതുമായ കാര്യങ്ങളൊക്കെ അയാളെ വിമർശിക്കാൻ വരുന്നവരോട് വരെ വിളിച്ചിട്ട് അയാൾ പറയാണ്. ആ പറഞ്ഞത് കേട്ടതോടെ ഇയാൾ വലിയും മിൻ ഔലിയ ഇല്ല, അള്ളാന്റെ ഔലിയകളിൽ പെട്ട ഒരു വലിയ തന്നെ. എന്തുകൊണ്ട്? അയാൾ അദൃശ്യം പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് വിഷയമാണുള്ളത്. ഒന്ന്, ഒരാൾ അദൃശ്യം എന്ന് നമുക്ക് തോന്നുന്നത് പറഞ്ഞതുകൊണ്ട് വലിയ ആവോ ഇല്ലയോ? സലഫികൾക്ക് പറയാനുള്ളത്, ഒരാൾ നമുക്ക് അയ്ബാണ് എന്ന് തോന്നുന്ന, നമുക്ക് അദൃശ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അത് അയാൾ വലിയ എന്നുള്ളതിൻ്റെ രേഖയല്ല. ഒരാൾ നമുക്കറിയാത്ത കാര്യം, വേറൊരാൾക്കും അറിയില്ലെന്ന് നാം ധരിച്ച കാര്യം അയാൾ ജനസമക്ഷം പറഞ്ഞു എന്നതുകൊണ്ട് അത് ഒരിക്കലും അയാൾ വലിയാണെന്നതിൻ്റെ രേഖയല്ല. രണ്ടാമത്തെ കാര്യം, അദൃശ്യമറിയുക എന്നത് ഒരാൾ വലിയാവാനുള്ള ഷർത്തും അല്ല. രണ്ട് കാര്യമാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഒന്ന്, ഒരാൾ അദൃശ്യം അറിഞ്ഞു അല്ലെങ്കിൽ ഒരാൾ അദൃശ്യം എന്ന് നമുക്ക് തോന്നുന്നത് പറഞ്ഞതുകൊണ്ട് അയാൾ വലിയാണ് എന്നതിൻ്റെ രേഖയല്ല. ഇതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച മതം. ഒരാൾ അദൃശ്യമെന്ന് നമുക്ക് തോന്നുന്നത് പറഞ്ഞതുകൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ വലിയാകുന്നു എന്നതിൻ്റെ രേഖയല്ല. പല കാരണത്താലും നമുക്ക് അദൃശ്യമെന്ന് തോന്നുന്ന കാര്യം ഒരാൾ സംസാരിക്കാം. നമുക്കാവും അദൃശ്യം. അത് അദൃശ്യമല്ലാത്ത പലരുണ്ട്. അവരുടെ സഹായത്തോടെ അയാൾ പറയുന്ന തനിച്ച ഇബിലീസിന്റെ കൂട്ടാളിയാവും അയാൾ. രണ്ടാമത്തെ കാര്യം, ഒരാൾ അദൃശ്യമറിയുക എന്നത് വലിയാവാനുള്ള നിബന്ധനയല്ല. ഒരാൾ വലിയാവണമെങ്കിൽ അയാൾ അദൃശ്യം അറിഞ്ഞേ പറ്റൂ. അങ്ങനൊരു നിബന്ധന ഇസ്ലാമിലില്ലേ? ഇല്ല. ആ ഒരു ടോപ്പിക് എന്ന നിലക്കാണ്, ഈ ഒരു സംഭവത്തെ വിഷയീഭവിച്ചുകൊണ്ടാണ്, വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു വിഷയം അഖീദയിൽ ഇത് തെരഞ്ഞെടുത്തത്. എന്ത്? മഹാന്മാരും അദൃശ്യജ്ഞാനവും എന്താണ് അതിൽ പ്രമാണത്തിന് പറയാനുള്ളത്, സലഫുകൾക്ക് പറയാനുള്ളത്. ഈ മഹാന്മാരും അദൃശ്യജ്ഞാനവും, മഹാന്മാരായ ആളുകൾ ഗൈബ് അറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ സലഫികളും സമസ്തക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ചില വിഷയമുണ്ട്. അങ്ങോട്ടും തർക്കമില്ല, അങ്ങോട്ടും തർക്കമില്ല. ആ തർക്കമില്ലാത്തതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് എവിടെയാണ് തർക്കം വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി അവിടെയല്ല തർക്കം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കും അവിടെയല്ല തർക്കം മറ്റൊരിടത്താണ് എന്ന് പറയുകയും ചെയ്യാം. എന്താ നമുക്ക് ഇരുകൂട്ടർക്കും തർക്കമില്ലാത്ത വിഷയം? ഇരുകൂട്ടർക്കും തർക്കമില്ലാത്ത വിഷയം, മഹാന്മാരായ ആളുകൾ സ്വന്തം നിലക്ക് ഗൈബ് അറിയുകയില്ല. ഇത് മുജാഹിദീങ്ങളും പറയും, സമസ്തക്കാരും പറയും. മഹാന്മാരായ ആളുകൾ സ്വന്തം നിലക്ക് ഗൈബ് അറിയുന്നവരാണ് എന്ന് മുജാഹിദീങ്ങൾക്ക് ഏതായാലും പാടില്ല. മുജാഹിദീങ്ങൾ പറയൽ അമ്പിയാക്കളായാലും ഔലിയാക്കളാവട്ടെ, അവർ ഗൈബ് അറിയൂല എന്നാ അസ്ലുന്ന, അവർ ഗൈബ് അറിയൂല എന്നാ അടിസ്ഥാനം. പക്ഷെ സമസ്തക്കാരെ സംബന്ധിച്ചാണ് ഈ വാദം ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളവും അവരും തീർത്തു പറഞ്ഞ കാര്യമാണ്, മഹാന്മാരായ ആളുകൾ സ്വന്തം നിലക്ക് ഗൈബ് അറിയുകയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ആ വിഷയത്തിൽ ഇനിയൊരു തർക്കമില്ല. അമ്പിയാക്കന്മാർ സ്വന്തം നിലക്ക് ഗൈബ് അറിയാം, അതുണ്ടാവൂല. സ്വന്തം നിലക്ക് ഗൈബ് അറിയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഇതിൽ തർക്കമില്ല, അൽഹംദുലില്ലാ.
ഇനി രണ്ടാമത്തെ കാര്യം, മഹാന്മാരായ ആളുകൾ എല്ലാ കാര്യങ്ങളും അറിയുമോ? എല്ലാ കാര്യം അറിയും എന്ന് മുജാഹിദീങ്ങൾക്കും അഭിപ്രായമില്ല, സമസ്തക്കാർക്കും അഭിപ്രായമില്ല. ആദ്യത്തിൽ ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം പറയും. മഹാന്മാരായ ആളുകൾ എല്ലാ കാര്യങ്ങളും അറിയും എന്നതിനെ സംബന്ധിച്ച് മുജാഹിദീങ്ങൾക്കും തർക്കമില്ല, സമസ്തക്കാർക്കും തർക്കമില്ല. ഞാൻ ഉദാഹരണമായിട്ട് വായിക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഒരു വിഷയത്തിൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദൃശ്യജ്ഞാനം എന്ന തലക്കെട്ടിൽ അദ്ദേഹം പറയുന്നു, അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാ നിമിഷങ്ങളിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന വാദം ഇസ്ലാമിനില്ല. കേട്ടോ, അമ്പിയാക്കന്മാരും ഔലിയാക്കളും എല്ലാ നിമിഷങ്ങളിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന വാദം ഇസ്ലാമിനില്ല. ഇത് എഴുതിയ കാലത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്? ഇപ്പൊ പുതിയ വാദം അനുസരിച്ച് ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞത് അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം അറിയും, അള്ളാഹ് അറിയുന്ന പോലെ അറിയില്ല എന്നേ ഉള്ളൂ എന്നാ. എല്ലാം അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെ അറിയൂല. പക്ഷെ അള്ളാഹ് അറിയുന്നതൊക്കെ അറിയും. അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെ അറിയൂല. എന്താ ഈ പോലെ? അള്ളാഹ് സ്വന്തം നിലക്കറിയും, ഇവരല്ലാഹ് അറിയിച്ചു കൊടുത്തപ്പോ അറിയും. അപ്പൊ അള്ളാഹ് എല്ലാം അറിയിച്ചു കൊടുത്തോ? അതെല്ലാം അറിയിച്ചു കൊടുത്തു, അതുകൊണ്ട് എല്ലാം അറിയാം. പക്ഷെ അള്ളാഹ് സ്വന്തം നിലക്കറിയും, ഇവർ കൊടുത്ത കഴിവുകൊണ്ട് അറിയും. ഇതാണ് പുതിയ വാദം. ആ പുതിയ വാദത്തെ സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആവട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്തൊരു വാദങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ ജിഫ്രിയുടെ വാദം ജിഫ്രിയുടേത് മാത്രമാവട്ടെ എന്ന് നമ്മൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് ഈ സമുദായം നെഞ്ചിലേറ്റിയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കാൻ. സാധാരണഗതിയിൽ സുന്നികളെ വാദം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയും, പക്ഷെ മഹാന്മാർ എല്ലാം അറിയൂല. ഇനി അടുത്തത് എന്താ തർക്കം? മഹാന്മാര് ആയ ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. മുജാഹിദീങ്ങൾ പറഞ്ഞു മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് വ്യത്യാസം. മഹാന്മാരായ ആളുകൾ, ആ മഹാന്മാർക്ക് അല്ലാഹു ഗൈബ് അറിയിക്കും. അതും കൂടി ചേർത്ത് വെച്ചോ. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു ഗൈബ് അറിയിക്കും, അതവർ അറിയും. ഇത് മുജാഹിദീങ്ങൾ പറയുന്നതാ. സമസ്തക്കാരും പറയുന്നു മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു ഗൈബ് അറിയിക്കും, ആ അറിയിച്ചാൽ അവർ അറിയും. മനസ്സിലാക്കണേ, മുജാഹിദീങ്ങൾക്കും സമസ്തക്കാർക്കും തർക്കമില്ലാത്ത രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് മുജാഹിദീങ്ങൾ പറഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു ഗൈബ് അറിയിക്കും, അറിയിച്ചാൽ അറിയും. സമസ്തക്കാരും പറഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു ഗൈബ് അറിയിക്കും, അറിയിച്ചാൽ അറിയും. ഇതിലും തർക്കമില്ല. രണ്ട് കാര്യത്തിൽ തർക്കമില്ല. ഒന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് സ്വന്തം നിലക്ക് ഗൈബ് അറിയാനുള്ളത്, മഹാന്മാർ സ്വന്തം നിലക്ക് ഗൈബ് അറിയൂല. മുജാഹിദീങ്ങളും പറഞ്ഞു, സമസ്തക്കാരും പറഞ്ഞു. മുജാഹിദീങ്ങൾ പറഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹ് ഗൈബ് അറിയിച്ചാൽ അറിയും. സമസ്തക്കാരും പറഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു ഗൈബ് അറിയിച്ചാൽ അറിയും. എവിടെ തർക്കം? മഹാന്മാരായ ആളുകൾക്ക് ഗൈബ് അറിയിച്ചു കഴിഞ്ഞു. ആര്? സമസ്തക്കാര്. ആ മഹാന്മാരായ ആളുകൾക്ക് യഥേഷ്ടമിനി ഗൈബ് അറിയാം. മുജാഹിദീങ്ങൾ പറഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് ഗൈബ് യഥേഷ്ടം അറിയൂല. ഇവിടെയാണ് വ്യത്യാസം. യഥേഷ്ടം പറ്റുമോ? ഇഷ്ടം പോലെ പറ്റുമോ? എന്തും അറിയാൻ പറ്റുമോ? എപ്പോഴും അറിയാൻ പറ്റുമോ? അപ്പൊ മുജാഹിദുകളുമായുള്ള ഖണ്ഡന സംസാരങ്ങളിൽ പറയുന്നത് പറ്റൂല എന്നായിരുന്നു. ഇപ്പൊ പറയുന്നത് പറ്റുമെന്നാണ്. ഇവിടെയാണ് തർക്കമുള്ളത്. ഇവിടെയാണ് മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ തർക്കമുള്ളത്. എന്താണ്? മഹാന്മാർക്ക് ഗൈബ് അറിയും, അല്ലാഹ് അറിയിക്കാൻ ഉദ്ദേശിക്കാത്തത് ഒഴികെ. അങ്ങനെയാണോ പറയേണ്ടത്? അതല്ല, മഹാന്മാർക്ക് ഗൈബ് അറിയൂല, അല്ലാഹ് ഉദ്ദേശിച്ച അത് മാത്രം അറിയിച്ചു കൊടുക്കും, ഇങ്ങനെയാണോ പറയേണ്ടത്? മനസ്സിലായിക്കോളി. മഹാന്മാരായ ആളുകൾക്ക് ഗൈബ് അറിയും, അല്ലാഹ് ഉദ്ദേശിച്ച അത് മാത്രം അറിയൂല. പിന്നെയോ സാധാരണഗതിയിൽ അറിയുന്നാണ്, അല്ലാഹ് ഉദ്ദേശിച്ച അത് മാത്രം അറിയില്ല. ഇതാ സമസ്തന്റെ വാദം. അല്ലെങ്കിൽ നിങ്ങൾ പറയാം മുജാഹിദീങ്ങളെ വാദം എന്താ? മഹാന്മാർക്ക് ഗൈബ് അറിയൂല എന്നാണ്, അല്ലാഹ് ഉദ്ദേശിച്ച അതറിയും. മനസ്സിലായിക്കോ? മുജാഹിദീങ്ങളെ വാദം മഹാന്മാർക്ക് ഗൈബ് അറിയൂല, അല്ലാഹ് ഉദ്ദേശിച്ചാൽ അതറിയിച്ചു കൊടുക്കും.
അസിലെന്താണ് അറിയില്ല എന്നാ. അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയുമോ ഇല്ലേ? ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയണം. ഉത്തരം എന്താ? ഇല്ല. സമസ്തക്കാരോട് ഈ ചോദ്യം ചോദിച്ചാൽ ഒരു പറയും ഉണ്ട്. ഇതാണ് വ്യത്യാസം. ഇവിടെയാണ് വ്യത്യാസം. ഇതിൽ ആരെ കൂടെ സലഫുകൾ ഉള്ളത്, ആരെ കൂടെയാണ് പ്രമാണമുള്ളത്? ഇതാണ് ഒന്നാമത്തെ വിഷയം. അപ്പൊ ആ മർമ്മം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. മുജാഹിദീങ്ങളെ വാദം എന്താണ്? മഹാന്മാർക്ക്, അമ്പിയാക്കള്, ഔലിയാക്കൾ അടങ്ങുന്ന മഹാന്മാർക്ക് ഗൈബ് അറിയുമോ? എന്താ ഒറ്റ വാക്കിൽ ഉത്തരം? ഇല്ല. അല്ല അറിയിച്ചാൽ ഒഴികെ. ഇതാ മുജാഹിദീങ്ങളെ വാദം. സമസ്തക്കാരോ മഹാന്മാരായ ആളുകൾക്ക് ഗൈബ് അറിയും. ഈ ചോദ്യത്തിന് ഓരോരുത്തരം എന്താണ്? അറിയും. അല്ല ഉദ്ദേശിച്ചാൽ അതറിയുകയില്ല. ഇതിൽ ആരെടുത്താണ് പ്രമാണമുള്ളത്? ഈ പറയുന്ന വാദം ഇതാ സുലൈമാൻ സഖാഫി തന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഈ പുസ്തകത്തിൽ, അതേ പേജിൽ അദൃശ്യജ്ഞാനം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അമ്പിയാക്കന്മാർക്ക് നമ്മുടെ കണ്ണുപോലെ കാതുപോലെ ഗൈബ് അറിയുക എന്നതും അവരുടെ ഒരു സിദ്ധിയാണ് എന്നാ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കണ്ണേറ്റ് നമുക്ക് എല്ലാം കാണാന്നല്ലേ അസല്? നിങ്ങൾ ചിന്തിക്കിൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ കൈ, എന്നോടൊരാൾ വന്ന് പറഞ്ഞു ഇതാ ഈ കല്ലൊന്ന് പിടിച്ച. അപ്പൊ ഞാൻ നോക്കട്ടെ, എനിക്ക് കഴിവ് കിട്ടുമോ നോക്കട്ടെ. അല്ല എനിക്ക് കഴിവ് തന്നാ അപ്പൊ ഞാൻ പൊന്തിച്ചോളാം. അവർ ഞാൻ കാത്തിരിക്കട്ടെ, കയ്യിന് കഴിവുണ്ടോ? അങ്ങനെയല്ലല്ലോ. നമ്മൾ പൊന്തിക്കാന്നുള്ളതാ. പൊന്തിച്ചു നോക്കിയപ്പോ പൊന്തണില്ല. അപ്പോഴാ മനസ്സിലായി ഇക്കല്ലിനെ കൊണ്ട് പൊന്തിക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ കയ്യിന് അസിലെന്താ? കയ്യിനെ കൊണ്ടുള്ള നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് കയ്യേറ്റ് പൊന്തിക്കാൻ പറ്റുന്ന. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാന്ന. എൻ്റെ ഈ കണ്ണിന് അല്ല തന്ന പരിധി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാന്ന. ചിലതാണ് കാണൂല. അങ്ങനല്ലേ? കണ്ണേറ്റ് കാണാന്നാണ് അടിസ്ഥാനം. ചിലത് കാണാൻ പറ്റൂല. ഇരുട്ടായാല്, ചിലപ്പോൾ ദൂരം കൂടിയാല്, ചിലപ്പോൾ കാഴ്ച കുറവുണ്ട്, ചിലത് കാണൂല. കാണുന്നാണ് അസില്, കേൾക്കുന്നാണ് അസില്. പിന്നെയോ വല്ല പറഞ്ഞപ്പോ അത് കേട്ടില്ല, ദൂരത്തുനിന്ന് പറഞ്ഞപ്പോ അത് കേട്ടില്ല, ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു അപ്പൊ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് അതും ഞാൻ കേട്ടില്ല. അപ്പൊ കേൾക്കുന്നല്ലേ അസില്. അടിസ്ഥാനം എന്താ? മനുഷ്യർക്ക് ഇഷ്ടം പോലെ കേൾക്കാന്നാ. ചിലത് കേൾക്കൂല. ഇഷ്ടം പോലെ കാണാന്നാ. ചിലത് കാണൂല. എന്ന പോലെ അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക് ഇഷ്ടം പോലെ അറിയാം, ചിലത് അറിയൂല. ഇതാണ് സുലൈമാൻ സഖാഫിയുടെ വാദം. അത് മുജാഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അത് പ്രമാണത്തിന് വിരുദ്ധമാണ്. അതാ സുലൈമാൻ സഖാഫി പറയുന്നു. ഇവിടെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടൊരു സംഭവം. ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അടുത്ത് കൂടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു വേറെ എന്തോ ചിന്തയിലേനു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതെന്താ ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കാത്തതെന്ന് ചോദിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നു. അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഇതെന്താ ഉസ്മാനെ സലാം പറഞ്ഞിട്ട് മടക്കിയില്ല? എപ്പോൾ സലാം പറഞ്ഞു? ഞാൻ ഇപ്പം എന്നോട് സലാം പറഞ്ഞല്ലോ. ഞാൻ വേറെന്തോ ആലോചനയിലേനി. ഈ സംഭവം എടുത്ത് പറഞ്ഞിട്ട് സുലൈമാൻ സഖാഫി പറയാണ്, ഇവിടെ കണ്ണും കാതും ഉണ്ടായിട്ടും ഉമർ റളിയല്ലാഹു നടന്നു പോകുന്നതും സലാം പറയുന്നതും ഉസ്മാൻ റളിയല്ലാഹു അറിയാതെ പോകുന്നു. ഇതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണോ കാതോ ഇല്ലെന്ന് അർത്ഥമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു ആ സമയത്ത് കാത് പോയി, കണ്ണ് പോയി എന്നർത്ഥമില്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹുക്ക് കാണാന്നാണ് അസില്, കേൾക്കാന്നാണ് അസില്. പക്ഷെ ആ സമയത്ത് വേറെന്തോ ആലോചനയിൽ കേൾക്കാതെ പോയി. ഇതേപോലെയാണല്ലോ അദൃശ്യജ്ഞാനം. അദ്ദേഹം പറയട്ടെ, ഇത് തന്നെയാണ് അദൃശ്യജ്ഞാനത്തിന്റെയും കാര്യം. ചിലപ്പോൾ പ്രവാചകന്മാർക്കോ ഔലിയായിനോ അത് ലഭിക്കാതെ പോകാം. അത് ചില പ്രത്യേക തത്വങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയായിരിക്കും. ഇതുകൊണ്ട് പക്ഷേ അവരുടെ അദൃശ്യജ്ഞാന സിദ്ധി പാടെ നിഷേധിക്കുന്നത് അർത്ഥശൂന്യമാണ്. ഇതാണ് സുലൈമാൻ സഖാഫി അടക്കം ഇവിടുത്തെ സമസ്തക്കാരവാദം. എപ്പോഴും അറിയാം, ചിലതെറ്റ് അറിയില്ല. അത് വിചാരിച്ച് മുജാഹിദീങ്ങൾ അതും പൊക്കി പിടിച്ചു വരണ്ട. അത് അപ്പം അറിയാഞ്ഞതാണ്, സത്യത്തിൽ അറിയുന്നാണ്. മുജാഹിദീങ്ങൾ പറയുന്നു അറിയൂല എന്നാണ് അസല്. അറിയിച്ചു കൊടുത്താൽ അത് മാത്രം അറിയും, അത് മാത്രം അറിയും. ഇനി നിങ്ങൾ നോക്കോ, ഇതിന്റെ രേഖ എന്താന്നല്ലേ? ഇതിന്റെ രേഖകൾ ധാരാളമാണ്. അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഖുർആനിന്റെ വിശദീകരണത്തിലാണ്, ഹദീസിന്റെ വിശദീകരണത്തിലാണ്. അതിലൊന്ന് ഞാൻ പറയട്ടെ. സൂറത്തുൽ ബഖറ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 34-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു പരാമർശം, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യങ്ങളെ നാം അറിയുന്നു എന്ന അള്ളാന്റെ പ്രഖ്യാപനം. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യത്തെ നാം അറിയുന്നു. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ ഇമാം ഖുർത്തുബി ഉദാഹരണം, ഈ ആയത്ത് ദലീലുൻ രേഖയാണ്, അലാ അന്ന അഹദൻ ലാ യഅലമു മിനൽ ഗൈബി ഇല്ലാ മാ അഅലമഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഗൈബ് അറിയുന്നത്, അല്ലാഹ് അറിയിച്ചാൽ അമ്പിയാക്കന്മാർ ഒഴികെ. അപ്പൊ ആരും ഗൈബ് അറിയൂല അല്ലാഹയല്ലാതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് അറിയിച്ചാൽ അമ്പിയാക്കന്മാർ അറിയും. ഇപ്പൊ മുജാഹിദീങ്ങൾ പറഞ്ഞ ശൈലിക്കാണോ ഖുർത്തുബിയിൽ പറഞ്ഞത്? സമസ്തക്കാർ പറഞ്ഞ ശൈലിക്കാണോ ഖുർത്തുബി പറയണത്?
മുജാഹിദീങ്ങൾ പറഞ്ഞ ശൈലികൾ മറക്കരുത്. അല്ല മാത്രം ഗൈബ് അറിയും, മഹാന്മാർക്ക് അല്ല അറിയിച്ചാൽ മാത്രം ഒരറിയും. സമസ്തക്കാർ പറഞ്ഞു മഹാന്മാർക്ക് ഗൈബ് അറിയാമെന്നതാണ് അസില്, അല്ല വേണ്ടാന്ന് വെച്ചാൽ അത് മാത്രമേ അറിയാത്തതുള്ളൂ. ഇത് ഖുർത്തുബി ഇമാം വിശദീകരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ സദസ്സിലേക്ക് കടന്നു വന്നു. ആ കല്യാണ സദസ്സിൽ കടന്നു വന്നപ്പോൾ അവിടെ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടി ദഫ് മുട്ടുകയായിരുന്നു. ആ ദഫ് മുട്ടുന്നതിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പം റസൂലിനെ കണ്ട പെൺകുട്ടികൾ പറഞ്ഞു, വഫീനാ നബിയുൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നു. അങ്ങനെ അറിയുന്ന ഒരു നബി നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടി. എന്താ പണ്ടത്? ഗൈബ് അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഈ ഹാദിഹി, ഈ വർത്തമാനം നീ ഒഴിവാക്കണം. വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ, ഇതുവരെ നീ പറഞ്ഞതൊക്കെ പറഞ്ഞോ, ഇത് നീ ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നീ ഒഴിവാക്കണം, ഇതുവരെ പറഞ്ഞത് ബദരീങ്ങളെ മഹത്വ, അത് നീ പറഞ്ഞോ, ഇപ്പൊ പറയല്ലേന്നാ. ഇതിനെ വിശദീകരിച്ചെടുത്ത് മഹാനായ ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ഇത് നീ പറയല്ലേ എന്ന് പറഞ്ഞത്? വേറെ റിപ്പോർട്ടിലുണ്ട്, കാരണം ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ, അത് നീ എന്നിലേക്ക് ആരോപിക്കല്ല പെണ്ണേന്നാ. നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ, അത് നീ എനിക്ക് ആരോപിക്കല്ലേ. ഇപ്പൊ എന്തേ കിട്ടി? റസൂലുള്ളാഹിക്ക് എല്ലാം അറിയാന്നാ? അതല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അറിയില്ല, അറിയിച്ചു കൊടുത്താൽ അതറിയുന്നാണോ? ആരെ ശൈലിയിലേക്കാണ് പണ്ഡിതന്മാര് പറയുന്നത്? റസൂലുള്ളാഹിക്ക് എല്ലാം അറിയും, ഉദ്ദേശം അതറിയില്ല എന്നാണോ? റസൂലുള്ളാഹിക്ക് അറിയൂല, പറഞ്ഞു കൊടുത്താൽ അതറിയുന്നാണോ? ഇത് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാലോ, അള്ളാഹു എനിക്ക് ഗൈബ് അറിയിച്ചു തരുന്നുണ്ട്, ആ അറിയിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന്. പക്ഷെ അതെല്ലാം മെയിൻ വിഷയം, പ്രധാന വിഷയം എന്താണ്? റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്നാണോ അടിസ്ഥാനം, അറിയില്ലെന്നാണോ അടിസ്ഥാനം? ഉത്തരം എന്താ? അറിയൂല എന്നാ അടിസ്ഥാനം. അല്ല ഉദ്ദേശിച്ച അത് മാത്രമേ അറിയുള്ളൂ. അതിലിട്ട് മുജാഹിദീങ്ങൾക്ക് തർക്കമില്ല. മുജാഹിദീങ്ങൾക്ക് ഈ രണ്ടാമത് പറഞ്ഞ വാദം സാധാരണ സമസ്തക്കാരാണ് മറച്ചു വെക്കും. മുജാഹിദീങ്ങൾ പറയുന്നത് അമ്പിയാക്കന്മാർക്ക് ഒരു നിലക്കും അല്ലാഹു ഗൈബ് അറിയിച്ചെന്നെ കൊടുക്കൂല എന്നാണ് എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും സാധാരണക്കാരെ പറ്റിക്കാൻ ഉസ്താദുമാർ പറയാറുള്ളത്. മുജാഹിദീങ്ങളെ വാദം ക്ലിയറാണ്. അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയും, അല്ല അറിയിച്ചാൽ മാത്രം, അസിൽ അറിയില്ല എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്നെ ആ ഹദീസിനെ വിശദീകരിച്ചെടുത്ത് വീണ്ടും പറയാണ്, ഇന്നമാ അൻകറ അലൈഹാ, ആ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചത്, മാ ദുകിറ മിനൽ ഇത്റാഇ ഹൈതു അത്ലക ഇൽമൽ ഗൈബി ലഹു, അദൃശ്യജ്ഞാനം റസൂലുള്ളാഹിക്കുണ്ട് എന്ന ആരോപണം കാരണമാണ് റസൂലുള്ളാഹി ആ പെണ്ണിനെ വിമർശിച്ചത്. വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല, കാരണം അദൃശ്യമറിയുക എന്ന വിശേഷണം അത് അല്ലാഹുവിന് മാത്രം പരിമിതപ്പെട്ടതാണ്. കമാ ഖാല തആല, അല്ലാഹ് പറഞ്ഞതുപോലെ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, പറയുക നബിയേ, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യം അത് അല്ലാഹു മാത്രമാണ് അറിയുന്നത് എന്ന വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ മാത്രമുള്ള വിശേഷണത്തെ റസൂലുള്ളാഹിയിലേക്ക് ആരോപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിമർശിക്കുകയാണ്, അത് പാടില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം എന്താ കിട്ടിയത്? റസൂലുള്ളാഹിക്ക് ഗൈബ് യഥേഷ്ടം അറിയുന്ന ഇല്ലാന്നോ? അറിയില്ലാന്നാ. ഇതാണ് ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചത്. ഇനി ഞാൻ വേറൊന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ആളുകൾ കേസും കൊണ്ടുവരുമ്പം ആളുകൾ തങ്ങളുടെ മുമ്പിൽ പിന്നെ തനിക്ക് ന്യായം കിട്ടാൻ വേണ്ട ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. തനിക്ക് വാദം വിധി വരാൻ വേണ്ടിയിട്ട് പല സമർത്ഥനങ്ങളും നടത്തും. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താമാര് പറഞ്ഞ പ്രകാരം എന്താ? മഹാന്മാർക്ക് ഇങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബ് ഇങ്ങനെ നോക്കി കാണുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ റസൂലിന്റെ മുമ്പിൽ കേസും കൊണ്ടുവന്ന രണ്ടാളുകൾ ഇതിൽ ആരെടുത്ത ഹക്ക്, ആരെടുത്ത ബാത്തിൽ നിന്ന് കൽബ് നോക്കുന്ന റസൂലുള്ളാഹിക്ക് അറിയണം എന്നാണല്ലോ വേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്,
ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. വഇന്നഹു യഅതീനി അൽ ഖസമു ഫലഅല്ല ബഅദകും അൻ യകൂന അബ്ലഗ മിൻ ബഅദിൻ, എൻ്റെ അടുത്ത ആൾക്കാർ കേസും കൊണ്ടുവരും, കൂട്ടത്തിൽ ഒരാൾക്ക് വല്ലാതെ വാചാലതയുണ്ടാവും. ഫഅഹ്സിബു അന്നഹു സാദിഖുൻ, അപ്പൊ ഞാൻ കരുതും ഈ വാചാലനായ ഇയാളാണ് സത്യസന്ധനെന്ന്. ഫഅഖ്ദീ ലഹു ബിദാലിക, അങ്ങനെ അയാൾക്ക് ഞാനത് വിധിച്ചു കൊടുക്കും. അതുകൊണ്ട് ഫമൻ ഖളൈതു ബിഹി ബിഹഖി മുസ്ലിമിൻ, എൻ്റെ ഈ വിധിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വിധി അന്യായമായി ഞാൻ ആർക്കെങ്കിലും വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫഇന്നമാ ഹിയ ഖിത്അതും മിനൻ നാർ, അത് നരകത്തിൽ നിന്നുള്ളൊരു തീ കഷ്ണമാണ് അയാൾ ഏറ്റെടുക്കുന്നത്. എന്തേ ഇപ്പൊ റസൂല് പറയേണ്ടത്? എനിക്ക് പന്റെ കൽബറേട്ടോ, ഇജാണ് കളവ് പറയേണ്ടത്, ഇവനാ സത്യം, ഇതവനക്ക് വിധിച്ചു കൊടുക്കാന്നല്ലേ പറയേണ്ടത്. ഇവിടെ റസൂൽ എന്താ പറഞ്ഞത്? ഞാൻ ഒരു മനുഷ്യനാ, നിങ്ങൾ പറയണതിൽ കൂടുതൽ സമർത്ഥൻ ആരാ? അയാളെ സാമർത്ഥ്യവും വാദവും ന്യായമൊക്കെ കേട്ടിട്ട് ഞാൻ അയാൾക്ക് വിധിച്ചെടുക്കും. അയാളെങ്ങാനും കളവാണ് പറയുന്നതെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ് അയാൾ കൊണ്ടുപോകുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജറിനിൽ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, എന്തിനാ റസൂലുള്ള ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞത്? എന്തിനാണ്? ലിഅന്നഹു അതാബിഹി, റസൂലുള്ള പരാമർശം നടത്തിയത് റദ്ദൻ, മറുപടിയായിക്കൊണ്ടാണ്, അലാമൻ സഅമ, വാദിക്കുന്ന ഒരുത്തനെതിരെ. എന്താ വാദിച്ചത്? അന്നഹു മൻ കാന റസൂലൻ, ഒരാൾ റസൂലായി കഴിഞ്ഞാൽ ഫഇന്നഹു യഅലമു കുല്ല ഗൈബിൻ, അയാൾ എല്ലാ ഗൈബും അറിയണം എന്ന് വാദിക്കുന്ന ആളിനുള്ള മറുപടിയാണ് ഞാനൊരു മനുഷ്യൻ മാത്രമെന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം. ആലോചിച്ച് നോക്കിൻ, മുജാഹിദീങ്ങൾ പറഞ്ഞു കൊടുത്ത ഇമാമിയങ്ങൾ ഉള്ളത് അതല്ല സമസ്തക്കാർ പറഞ്ഞു കൊടുത്താണോ? മുജാഹിദീങ്ങൾ പറഞ്ഞു കൊടുത്താണോ സമസ്തക്കാർ പറഞ്ഞെടുത്താണോ? ചിന്തിക്കൻ. ഇത് ഒന്നല്ല 1000 ഈ വിഷയം ചർച്ച ചെയ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അശ്അരി പണ്ഡിതന്മാർ, സൂഫി വിഷയത്തിൽ പിടുത്തം വിട്ടവരല്ലാത്ത പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരാൾക്ക് പോലും തർക്കമില്ല, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും യഥേഷ്ടം ഗൈബ് അറിയുകയില്ല എന്ന വിഷയത്തിൽ. പിന്നെയോ അള്ളാഹ് അറിയിച്ചു കൊടുത്ത അതറിയും. അങ്ങനെ അള്ളാഹ് അറിയിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ഈ 6000 ചില്ലാനം ഖുർആനായത്ത് ഇറങ്ങിയത്. അങ്ങനെ ഗൈബ് അറിയിച്ചതിന്റെ പേരിലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായി വരുന്ന ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഗൈബ് റസൂലുള്ളാഹിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തതിന്റെ പേരിലാണ് സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് അവിടുന്ന് അറിയിച്ചത്. അങ്ങനെ ഗൈബ് അറിയിച്ചതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ ഗൈബ് അറിയിച്ചതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം സഹാബത്തിന് ബദർ രണാങ്കണത്തിൽ ഓരോ കാഫിറും മരിച്ചു കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അള്ളാഹ് അറിയിച്ചു കൊടുത്തു. അപ്പൊ അറിഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കള് കുഴിച്ച ഒരു കുഴി കണ്ടു. ആ കുഴിയിൽ റസൂലുള്ള അറിയാതെ വീണുപോയി. കാരണം അള്ളാഹ് അറിയിച്ചു കൊടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയിച്ചില്ല. അതുകൊണ്ട് അവിടെ കുഴിയിലുള്ളത് റസൂലുള്ള അറിഞ്ഞില്ല. അവിടുന്ന് അറിയാതെ കുഴിയിൽപ്പെട്ടു. അതിന്റെ പേരിൽ അവിടത്തേക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലേ? ഇത് സമസ്തയുടെ ആളുകൾ തന്നെ ഈ കഥ പറയുന്നിടത്ത് പറയുന്നത് നമുക്ക് കാണാലോ. ഇതേ മുസ്ലിങ്ങളെ കെണിയിൽ ചാടിക്കാൻ അബൂ ആമിർ കുഴിച്ച കുഴികളിലൊന്നിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ചാടിപ്പോയി. എന്താ അറിയാഞ്ഞത്? അത് റസൂലുള്ളാഹിക്കുള്ള ഒരു ആക്ഷേപമല്ല. നിങ്ങളാണ് റസൂൽ തന്നെ വഷളാക്കുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞു റസൂലുള്ളാഹിക്ക് എല്ലാം അറിയാന്ന് വന്നാൽ പിന്നെ ഇതിന് മറുപടി നിങ്ങൾ പറയണം. അപ്പോൾ പറയാം അല്ല അറിയാം, അത് അറിയിച്ചു കൊടുക്കാഞ്ഞതാണ്. അതാ ഞാൻ പറഞ്ഞു. ഇമാമിങ്ങളെ ശൈലി എവിടേക്ക് അറിയിക്കണത്? എല്ലാം അറിയാം, ഇത് അറിയിച്ചു കൊടുത്തില്ലാന്നോ? ഒന്നും അറിയില്ല, അറിയിച്ചു കൊടുത്താൽ അത് മാത്രം അറിയുന്നോ? ഒന്നും അറിയില്ല, അറിയിച്ചു കൊടുത്താൽ അത് മാത്രം അറിയുന്നോ? അത് മാത്രം അറിയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കൊള്ളിൻ. ഇനിയിപ്പം ഒരു ചർച്ച എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഏണിച്ചാലും ഇതിനപ്പം എന്താ വലിയ തർക്കം? എന്താ രണ്ടു കൂട്ടർ പറഞ്ഞ അവസാനത്തിന് ഒന്നിക്കല്ലേന്നാ? ഏത്? മുജാഹിദീങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലുമാരും ഔലിയാക്കന്മാരും ഗൈബ് അറിയൂല, അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അതറിയും. സമസ്തക്കാർ പറയുന്നു അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയുന്നതാണ് അസില്, അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ അതറിയില്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താ? നിങ്ങളും പറയുന്നു എല്ലാം അറിയില്ല, ബലും പറഞ്ഞ എല്ലാം അറിയില്ല, അല്ലേ? അങ്ങനല്ലേ? പിന്നെന്താ ഇപ്പൊ തർക്കം? ഇപ്പൊ എന്തിനാ പതിമ ഇങ്ങനെ വർത്താൻ പറയുന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരമാണ് ഞാൻ കുറച്ച് ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇത് എന്തിനാണെന്നറിയോ? ഇത് പറഞ്ഞിട്ട് കാട് കയറിയിട്ട് അമ്പിയാക്കന്മാര് ഓരെന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം അറിയും, എല്ലാരേറ്റും സംഭാഷണത്തിന് പറ്റും, അതിൽ മരിച്ചോര് ജീവിച്ചിരിക്കണോല് അങ്ങനൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുമായും സംഭാഷണം നടത്താൻ, കാരണം ഓർക്ക് എപ്പോഴും വൈബ് അറിയണോലല്ലേ, ഓർക്ക് എപ്പോഴും വൈബ് അറിയണോല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. പിന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അയാളെ സംബന്ധിച്ചിടത്തോളം
ഇൻഷാ അല്ലാഹ് കിതാബ് കിട്ടുമ്പോൾ ഞാൻ വായിച്ചുതരാം. ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കറാമത്തായിട്ട് പറയാണ്, ഇ കെ അബൂബക്കർ മുസ്ലിയാരിന് അമ്പിയാക്കന്മാരേറ്റും ഔലിയാക്കന്മാരേറ്റും ശൂറ നടത്താൻ, മീറ്റിംഗ് നടത്താനുള്ള കറാമത്തുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വം പറഞ്ഞെടുത്ത് പറയാണ്. എന്താണ് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറയാണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ നബിമാരുമായും ഗൗസുൽ അഅ്ലം അടക്കമുള്ള ഔലിയാക്കളുമായും ആത്മീയ ബന്ധം സ്ഥാപിക്കാനും ദീനീ കാര്യങ്ങൾ മുശാവറ ചെയ്യാനും ശംസുൽ ഉലമക്ക് അധികാരമുണ്ടായിരുന്നുവെന്ന് തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കേൾക്കണം. എന്താ പറഞ്ഞത്? ആദം നബി അടക്കമുള്ള അമ്പിയാക്കന്മാരോടും ഗൗസുൽ അഅ്ലം അടക്കമുള്ള ഔലിയാക്കന്മാരോടും മുശാവറ നടത്താൻ ആർക്ക് പെർമിഷൻ ഉണ്ടല്ലോ? ഈക്കക്ക് പെർമിഷൻ ഉണ്ട്. ഇത് ഈക്ക ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈക്ക മരിച്ചതിന് ശേഷം പറഞ്ഞതാണ്. ഷമീർ മഹ്ലരി എന്ന ഈക്കനെ സംബന്ധിച്ച്, ഈക്കനെ കുറിച്ച് ഈക്ക മരിച്ചതിന്റെ ശേഷം ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു പിന്നെ ഇത് തയ്യാറാക്കിയിരുന്നു, ഒരു പ്രസിദ്ധീകരണം. അതിൽ നിന്ന് റെഫർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതാ. ഇത് പറയാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ? അമ്പിയാക്കന്മാർക്ക് വഴി പറഞ്ഞുകൊണ്ടിരിക്കും, ഔലിയാക്കന്മാർക്ക് വഴി പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ അള്ളാഹ് ഉദ്ദേശം മാത്രമേ അറിയാത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അപ്പുറത്ത് എടുക്കണ ആദം നബിയും ഇപ്പുറത്ത് എടുക്കണ ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാം ഇ കെ എന്ന വലിയനറിയാം, എല്ലാം ശംസുലുലമ എന്ന വലിയനറിയാം, എല്ലാം സി എം എന്ന വലിയനറിയാം. അള്ളാഹ് ഉദ്ദേശം മാത്രം അറിയില്ല. അള്ളാഹ് ഉദ്ദേശം മാത്രം നമ്മൾ കേൾക്കൂല, ബാക്കിയൊക്കെ കേൾക്കുന്നു പറഞ്ഞ മാതിരി ഇവരെ സംബന്ധിച്ച് അള്ളാഹ് ഉദ്ദേശം അത് മാത്രം അറിയില്ല. ബാക്കി ഇപ്പൊ എന്താ ആദം നബി, ആകാശത്തുള്ള ആദം നബിയോ, ബാഗ്ദാദ് കിടക്കണ പിന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖോ, മദീനത്ത് വഫാത്തായ മറമാടപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, ഈ കേരളത്തിൽ കിടക്കണ ഈക്കക്ക് എന്ത് വ്യത്യാസം? ഔലിയാക്കന്മാർക്ക് യഥേഷ്ടം കൈ പറയുന്നല്ലേ. നിങ്ങൾ കേട്ടോ, ഇനി നിങ്ങൾ കേട്ടോ, ഈ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും യഥേഷ്ടം ഒയ്ബ് അറിയാം. അതുകൊണ്ട് എന്താ വിളിച്ച വിളിപ്പുറത്ത് ഉത്തരാണ്. എങ്ങനെ? കബറിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരും. എന്തുകൊണ്ട്? ഹൈബറിയും എപ്പം വിളിച്ചോ, രാത്രിയാവട്ടെ, പകലാവട്ടെ, മലയാളത്തിൽ അറബിയായ മൊയ്തീശ ആയിക്കോട്ടെ, ഏത് ഭാഷയിലും ആയിക്കോട്ടെ, എവിടുന്ന് ആയിക്കോട്ടെ, രാവും പകലും അതൊന്നും വ്യത്യാസമില്ല. കേട്ടോളി. റഹ്മത്തുള്ള കാസിമി പറയാണ്, വിളിച്ചപ്പോൾ വിളിപ്പുറത്ത് വന്നു, ചികിത്സിച്ചു, തടവിക്കൊടുത്തു, രോഗം മാറി. അങ്ങനെ മുസ്ലിം വിശ്വസിക്കൽ മുസ്ലിമിന് വാജിബാണ്. റസൂലുള്ളാഹി നേരിട്ട് വന്നു. അങ്ങനെ വിശ്വസിക്കൽ കാഫിറിന്റെ വിധിയാണ് എന്ന കിതാബിൽ ഫിഖ്ഹിന്റെ കിതാബിൽ മുർത്തദീങ്ങളെ അഹ്കാം പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്. അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ ഖബർ വിട്ട് ജസദോടെ വരുമെന്ന് വിശ്വസിച്ചാൽ, മശായിഖന്മാര് ഖബർ വിട്ട് ജസദോടെ ശരീരത്തോടെ വരുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫറിന്റെ വാദമാണ് എന്നാണ് അഹ്കാമുൽ മുർത്തദ്, ഇസ്ലാം എന്ന് പുറത്തോണ ചർച്ച പറയുന്നത് ഫിഖ്ഹിന്റെ കിതാബിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് പറഞ്ഞു വെച്ചു. എന്തേ? ഇതിപ്പോ ഞാൻ ഇപ്പൊ വിളിക്കും, അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലേ? എപ്പോഴും അറിയുന്നതാണ്. അത് നിങ്ങൾ ചിലപ്പം വിളിച്ചാൽ അപ്പം ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ച എന്തെങ്കിലും ഹിക്കുമത്തുകൊണ്ട് അത് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിലൊക്കെ അറിയുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ? തന്നെപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താ? എപ്പോഴും വിളിക്കാം. രാവെന്ന പകലെന്ന വ്യത്യാസമില്ല, ഭാഷകൾ ഏതിൻ്റെയും വ്യത്യാസമില്ല. ഏത് സന്ദർഭത്തിലും ആ റബ്ബിനോടുള്ള വിളിയിൽ ഒരു മുസ്ലിമിന് ആശങ്കയില്ല, പരിധിയില്ല. ആ പോലെ തന്നെയാണ് നബിമാര്, ഔലിയാക്കന്മാർ. എന്തുകൊണ്ട്? അവർക്ക് പരിധിയില്ലാതെ അറിയും, അവർ പരിധിയില്ലാതെ കേൾക്കും, അവർ പരിധിയില്ലാതെ കാണും. അങ്ങനെ അവരെ സംബന്ധിച്ച് എല്ലാറ്റിനും അള്ളാഹ് അവസരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് ഉദ്ദേശിച്ച അത് മാത്രം അറിയുകയില്ല. ഇവിടേക്ക് എത്തി. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് കേവലം ഒരു തർക്കാണോ? അല്ല, ഇതിന്റെ മർമ്മം ഇവിടെയാണ്. ഇനി ധാരാളമുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ പറയാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ വിഷയം ഇതാണ്. അമ്പിയാക്കന്മാരും ഗൈബ് അറിയുക എന്ന വിഷയം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു രണ്ടാമത്തെ വശമുണ്ട് എന്ന്. ഈ ചങ്ങായി വന്നിട്ട് ഇവിടെ പല മനുഷ്യന്മാരും മനസ്സിൽ ഒളിപ്പിച്ച പല സ്വകാര്യങ്ങളും പറഞ്ഞു. അയാൾ ആരും കാണാതെ ചെയ്ത കാര്യങ്ങൾ, അയാള് ആരും അറിയാതെ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇയാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു. എന്നാ ഇയാൾ നിസ്കരിക്കലില്ല. നിങ്ങളെ നാട്ടുകാർ സാക്ഷി പറഞ്ഞതാണല്ലോ, ഇയാൾ നിസ്കരിക്കലില്ല എന്ന്. ഇയാൾ പള്ളിക്കൊക്കെ കയറൂല, ഇജ് വയ്ക്കോ എന്ന് പറയുന്നു. ഇയാൾ പള്ളി കയറൂല, ജുമഅക്ക് കൂടൂല, ഇയാൾ നിസ്കരിക്കണില്ല, ഇബാദത്ത് ചെയ്യണില്ല, ഒന്നുമില്ല. എന്നാലോ ആളുകളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ആളുകളെ മനസ്സിലുള്ളത് പറയുന്നുണ്ട്. നിസ്കരിക്കാൻ ഇയാൾക്ക് പറ്റൂല, നിസ്കാരത്തിന് ഇയാൾ തയ്യാറില്ല. എന്നിട്ട് ഇയാൾ ഗൈബും പറയാ. നിസ്കരിക്കണില്ല എന്ന് ഉറപ്പാ എങ്കിൽ ശരീഅത്തില്ല എന്ന് ഉറപ്പാ. ശരീഅത്തില്ലാത്തവന്റെ വേദത്തിക്ക് തിരിഞ്ഞെന്നെ നോക്കണ്ടെന്നാ. ശരീഅത്തിലെ അയാളെടുത്ത് കഴിഞ്ഞ് ഒരു കറാമത്തിന് പേരിൽ എന്ത് പറഞ്ഞാലും, എന്ത് അത്ഭുതം കാണിച്ചാലും അതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കണ്ടെന്നാണ് പണ്ഡിതന്മാർ ഇവിഷയകമായി സൂചിപ്പിച്ചിട്ടുള്ളത്.
പണ്ഡിതന്മാർ ഈ വിഷയമായി സൂചിപ്പിച്ചത് അയാളെ സംബന്ധിച്ച് ശരീഅത്തില്ലേ എങ്കിൽ പിന്നെ അയാളുടെ അടുത്തേക്ക് നോക്കന്നെ വേണ്ടാന്ന, അടുപ്പിക്കന്നെ വേണ്ടാന്ന, അയാൾ ഈ വൈക്കന്നെ കൊണ്ടുവരണ്ടെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുള്ളയെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാചകം നമുക്ക് കാണാം. ഒരാൾ ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാലും ഒരാൾ സമുദ്രത്തിന്റെ മീതെ കൂടി നടക്കുന്നത് കണ്ടാലും, അതാണ് ഇപ്പൊ വലിയ അത്ഭുതം. ഒരാൾ ആകാശത്ത് കൂടിയാണ് പറക്കണ ഈ കാണുകയാണ്, എന്നാലോ അതുപോലെ അയാൾ സമുദ്രത്തിന്റെ മീതെ കൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുകയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപ് പോയി. അപ്പൊ ലക്ഷദ്വീപ് പോയപ്പം അവിടെ ഉള്ള ഒരു തങ്ങളെ വലിയ കറാമത്ത് എന്താണല്ലോ, അയാൾ കടലിൽ മുസല്ല വിരിച്ചിട്ട് ആ മുസല്ലി കൂടെയാണല്ലോ ദ്വീപിന്ന് ദ്വീപിക്ക് പോവല്. മുസല്ല ഇപ്പൊ വെള്ളത്തിലിട്ട് താന്നോ നമുക്കറിയാലോ, അതിന്റെ മേലൊരു രാജാനുഭവം മനുഷ്യൻ കയറിന്ന എന്താന്ന് അറിയാലോ. പക്ഷെ ഇയാൾ താവണില്ല എന്നാ, എന്തുകൊണ്ട്? ആൾ വലിയാണ്. ഇമാം ഷാഫി റഹിമുള്ള പറയാണ്, അങ്ങനെ ആകാശത്ത് കൂടി പറക്കുന്നത് കണ്ടാലും സമുദ്രത്തിലൂടെ നടക്കുന്നത് കണ്ടാൽ പോലും അയാളെ വിലായത്തിനെ സ്ഥിരപ്പെടുത്തേണ്ട, അയാൾക്ക് ഖുർആനും സുന്നത്തിനോടുള്ള ബന്ധം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ്ടോ നോക്കണം, നോമ്പെടുക്കണ്ടോ നോക്കണം. അങ്ങനെ ശരീഅത്തൊക്കെ പാലിക്കുന്നവനിൽ നിന്ന് ഒരു അത്ഭുതം കണ്ടാൽ അത് കറാമത്താവാം. ശരീഅത്ത് പാലിക്കാത്തവനിൽ നിന്ന് അത്ഭുതം കണ്ടാൽ അത് കറാമത്തല്ല. പിന്നെന്താ അതിന്റെ പിന്നിലെ ഉള്ളുകള്ളി? അതിന്റെ പിന്നിലെ ഉള്ളുകള്ളി ഇയാൾ തനിച്ച ശൈത്വാൻ പൂജകനാകും, ഇബ്ലീസിനാണ്ട് വണങ്ങും. ഇബ്ലീസിനെ വണങ്ങിയാൽ അവസാനം എന്താ പോകുന്നത്? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന് അയാൾ ചെയ്തു കൊടുക്കേണ്ട എല്ലാ ശിർക്കും ഖുറാഫാത്തും എല്ലാ നിലക്കുള്ള പൂജകളും അങ്ങ് ചെയ്ത് ഇയാൾക്ക് ഇയാളോട് വലിയ ഇഷ്ടാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസ് ചോദിക്കും, എനിക്ക് എന്താ ഹെൽപ്പ് വേണ്ടത്, ഇന്നെക്കൊണ്ട് കഴിയണമൊക്കെ ഞാൻ ചെയ്തുതരാം. അപ്പൊ അയാൾ പറയും, ഇതാ ഞാൻ ഇപ്പൊ ഒരാളെ നെട്ടിക്കാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അയാളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. അപ്പൊ എന്താ അങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ആ വരുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം. അപ്പൊ മൂപ്പരെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, മനുഷ്യന്മാർക്കൊക്കെ കരീനിനെ വെച്ചുകൊടുത്തിട്ടുണ്ട്, ശൈത്വാന്മാരെ. എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു ഒരു ശൈത്വാനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കരീനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ശൈത്വാനോട് ഈ ഇബ്ലീസ് ചെന്ന് ചോദിക്കും, ഇയാൾ ചെയ്ത വല്ല സ്വകാര്യത്തിനെ കുറിച്ച് എനിക്ക് വല്ല വിവരമുണ്ടോ? ഒന്ന് നെട്ടിക്കാനാണ്. ആ ചങ്ങായി ഇന്നാൾ ഇങ്ങനെ ഒരു പടി ചെയ്തിക്കണ്. ആ കരീൻ ഈ ശൈത്താൻക്ക് പറഞ്ഞു കൊടുക്കും, ഈ ശൈത്താൻ ഈ മനുഷ്യ ശൈത്താൻക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇയാൾ വരുമ്പോൾ ഇങ്ങനെ നെട്ടിക്കും, എൻ്റെ പേര് ഇതല്ലേ, തന്നെ എൻ്റെ കാലിലെ അസുഖം വല്ലാതെ വേദന ഉണ്ടല്ലേ, അത് പടച്ചോനെ എൻ്റെ കാലിലെ അസുഖം ഞാൻ പറഞ്ഞതിൻ്റെ മുമ്പ് കേട്ട് പറഞ്ഞു, പിന്നെ ഇന്നലെ അവിടെ പോയി നിധി മാന്തീനുല്ലേ, അതിപ്പോ നിങ്ങളെങ്ങനെയാ അറിഞ്ഞത്? അപ്പൊ നിങ്ങൾ വലിയ ഔലിയ ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോ നിസ്കരിക്കണില്ല, എന്നാലും അത് മജ്ദൂബിന്റെ ശൈഖാണ്. മജ്ദൂബിന്റെ ശൈഖ് പറഞ്ഞാൽ ഓൽക്ക് ശരീഅത്ത് ബാധകല്ല. ഒരു സ്വർണ്ണബോധം ധരിക്കണത് കണ്ടാലും അത് നമ്മളെ കണ്ണിലെ ഹറാമുള്ളൂ, ഓൽക്ക് അത് ഹറാമല്ല. ഒരു കള്ളുടിക്കട് കണ്ടാലും അത് നമ്മളെ കണ്ണിലെ ഹറാമുള്ളൂ, ഓൽക്ക് അത് ഹറാമല്ല. അവിടെ പണ്ഡിതന്മാരെ എത്ര ആൾ വിശദീകരിച്ചു, എത്ര ആളുകൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിശദീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാര് പിന്നെ തഫ്സീർ പറഞ്ഞ ഒരു ഭാഗം റൂഹുൽ മആനിൽ ആലൂസി റഹിമഹുള്ള സൂചിപ്പിക്കുന്നത് കാണുകയാണ്. വഗാലിബുൽ ജഹ്ലത്തിൽ യൗം, ഇന്നത്തെ ധാരാളം വിഡ്ഢികളായ ആളുകൾ അവരൊക്കെ വാദിക്കുന്നു, അല അന്നൽ വലിയ, ഒരാൾ വലിയാകുക എന്ന് പറഞ്ഞാൽ ഹുവൽ മജ്നൂൻ, അയാൾ ഭ്രാന്തനാവുക എന്നതാണ്. വയുഅബ്ബിറൂന അൻഹു ബിൽ മജ്ദൂബ്, എന്നിട്ട് ആ ഭ്രാന്തൻക്ക് ഇവരിട്ടെടുക്കുന്ന പേരാണ് മജ്ദൂബിന്റെ ശൈഖാണ്. ഈക്കനെ കുറിച്ച് പറഞ്ഞ ഈ പുസ്തകത്തിലുണ്ട്, ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരടിയിൽ നിന്ന് വലിയനെ തെരഞ്ഞെടുക്കാൻ ഈക്കക്ക് വലിയ കഴിവായിരുന്നു എന്ന്. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരടിയിൽ നിന്ന് വലിയനെ തെരഞ്ഞെടുക്കാൻ ഈക്ക അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ കഴിവായിരുന്നു എന്ന് ഇതാ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെ മജ്ദൂബ എന്ന് പറയും. അപ്പൊ ഷെയ്ഖന്നെ പറയാ അതിനെക്കുറിച്ച് സ്വതക്കു ഒരു പറഞ്ഞതൊക്കെ ശരി. എന്താ മജ്ദൂബ പറഞ്ഞാൽ എന്താ അറിയോ? വലിക്കപ്പെട്ടവൻ. അപ്പൊ വലിക്കപ്പെട്ടവൻ എന്താണ്? അവർ ഈ ദുന്യവിയായ ലോകത്ത് നിന്ന് വലിക്കപ്പെട്ട് അള്ളാഹുവിനാൽ വലിക്കപ്പെട്ട് ഈ ശരീഅത്തിന്റെ വിധിയിൽ നിന്നൊക്കെ മുകളിലേക്ക് ഉയർന്ന് ഹഖീഖത്തിന്റെ ലോകത്തെത്തി. അവർക്കിനി ശരീഅത്തൊന്നും ബാധകല്ല. ഒരു നിസ്കരിക്കണത് കാണൂല, പക്ഷെ ഒരു വേറെ തടി അവിടെ പോയി നിസ്കരിക്കണ്ടേ. ഒരു കള്ളുടിക്കണ് കാണും, പക്ഷെ അത് ഇവിടെ എത്തുമ്പോതിന് പാലാവും. ഒരു സ്വർണ്ണമോതിരം ധരിക്കുന്നത് കാണും, അത് ശരീഅത്തിലെ നിഷിദ്ധുള്ളൂ, അത് ഹഖീഖത്തിൽ നിഷിദ്ധമല്ല. അപ്പൊ ഷെയ്ഖ് പറയാ, സദക്കു ഒരു പറഞ്ഞ ശരി, ആള് മജ്ദൂബൊക്കെ തന്നെയാണ്, പക്ഷെ എന്തെന്നാ വലിക്കപ്പെട്ടതെന്ന് അറിയുമോ? വലാകിൻ അനിൽ ഹുദാ, ഹിദായത്തിൽ നിന്നാണ് അയാൾ മജ്ദൂബായത്, ഹിദായത്തിൽ നിന്ന് അയാളെ വലിച്ചത്. പിന്നെ പറയാണ് വയുസമ്മൂന ഹാദൽ മുർഷിദ, ഇയാളെ പേര് മുർഷിദായ ഷെയ്ഖ് എന്ന് പേര് പറയും. നമ്മളെ നാട്ടില് മുണ്ടിയങ്കാവ് പരിസരത്ത് ഇത് പറഞ്ഞ മനുഷ്യന്മാരില്ലേ,
അയാൾ മുർഷിദാണെന്ന് പറയും. അപ്പൊ ഷെയ്ഖ് പറയാ സദഖു, സംഗതി ശരിയാ, വലാകിൻ ഇലന്നാർ, പക്ഷെ അയാൾ മുർഷിദാണ്, ഗൈഡാണ്, ഇലന്നാര് നരകത്തിക്ക്, ഇയാൾ നരകത്തിക്കുള്ള ഗൈഡാണ്. അതുപോലെ ഷെയ്ഖ്, അത് അയാളെ കുറിച്ച് ഷെയ്ഖാണ് എന്ന് പറയും, ഷെയ്ഖാണെന്ന് പറയും. അദ്ദേഹം സദഖു, ഇവർ പറഞ്ഞത് ശരിയാണ്. വലാകിൻ നജ്രി, പക്ഷെ ഷെയ്ഖ് നജ്ദിയാണ്. ഇബ്ലീസ് പണ്ട് ഞാൻ നജ്ദ് എന്ന് വന്ന ഷെയ്ഖാന്ന് പറഞ്ഞിട്ട് അബൂലഹബിനും അബൂജഹലിനെയൊക്കെ പറ്റിക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മക്കത്തേക്ക് വന്നൊരു സംഭവമുണ്ട്. റസൂലിനെ പിന്നെ എല്ലാവരും കൂടി വളഞ്ഞ് കൊല്ലാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ. അന്ന് അയാൾ പറഞ്ഞു ഞാൻ ഷെയ്ഖ് നജ്ദിയാണെന്നാ, നജ്ദിന്റെ ഭാഗത്ത് നിന്നൊരു ഷെയ്ഖാണെന്നാ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജനിച്ച സൗദി അറേബ്യയിലുള്ള നജ്ദല്ലേ, ഇറാഖിന്റെ ഭാഗത്തൊരു നജ്ദ് ഉണ്ട്, ആ നജ്ദാണ്. അങ്ങനെ ആ ഇബ്ലീസാണ്, അല്ലാത്ത വേറെ ഷെയ്ഖല്ല. അതുപോലെ വല്ല ആരിഫ്, അയാൾ അള്ളാഹിനെ കുറിച്ച് അറിയുന്നവനാണ് ഇവര് പറയാ. സ്വതക്കൂര് പറഞ്ഞ ആരിഫ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ വലാകിൻ ബി അസ്ബാബിൽ ദലാൽ, വഴികേടിന്റെ മാർഗത്തെക്കുറിച്ച് അറിയുന്നോൻ എന്ന് വച്ചാ മതി. ഇങ്ങനെ നിസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത മനുഷ്യന്മാരെ, ഇവര് ഭ്രാന്തന്മാരായ ആളുകളെ വലിയന്മാരാക്കി കൊണ്ടു നടക്കുന്നു. അതൊരിക്കലും ശരീഅത്തിൽ പരിഗണിക്കപ്പെടാവുന്നതല്ല. അതുകൊണ്ട് മനസ്സിലായിക്കോ, അങ്ങനെ ഒരാൾ ഗൈബറിനോട് നിങ്ങൾ ചാടി പേറി പോണ്ട. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ഓല് ഗൈബ് അറിയണമെന്ന് യാതൊരു ഷർത്തും ഇല്ല. ഗൈബ് അറിയാം, അത് അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ, അല്ലാത്ത പക്ഷം അടിസ്ഥാനം അവർക്കൊന്നും ഗൈബ് അറിയൂല എന്നാ. അതുകൊണ്ട് മുജാഹിദീങ്ങൾ പറഞ്ഞുകൊടുത്ത് നിങ്ങൾ നിന്നാ ഒരു നബിനെയും കുറ്റം പറയേണ്ടി വരില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി 70 സഹാബികളെ കൊല്ലാൻ വിട്ടെടുത്തു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം ഭാര്യനെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയിട്ട് അതൊക്കെ സത്യമാണ്, ഈ വ്യഭിചാരാരോപണം കളവാണ്, കേവല ആരോപണമാണെന്നൊക്കെ അറിഞ്ഞിട്ടും എൻ്റെ ഭാര്യ നല്ലോണം ബുദ്ധിമുട്ടട്ടെ എന്ന് റസൂലുള്ള അങ്ങനെ നോക്കി മൗനം ദീക്ഷിച്ചു എന്ന ഒരു ക്രൂര ഹൃദയന്റെ അവസ്ഥ റസൂലക്ക് ചിത്രീകരിക്കേണ്ടി വരും. 70 ആളുകളെ പറ്റിച്ചു കൊണ്ടുപോയി കാഫിരീങ്ങൾ, ഓരോ വഴിയിൽ വെച്ച് കൊല്ലാൻ നിന്നു. ആ കൊന്ന സംഭവത്തിൽ റസൂലുള്ള അറിഞ്ഞിട്ടും ഒരു കൊല്ലട്ടെ എന്ന് കരുതിയെന്ന് വെക്കേണ്ടി വരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷം കഴിച്ചു, ഒരു ജൂതപ്പെണ്ണ് വെച്ചെടുത്ത വിഷം. ഒരു സഹാബി അത് കഴിച്ചു, മരിച്ചുപോയി. ഓൻ തിന്നട്ടെ, ഓൻ മരിച്ചു പോട്ടെ എന്ന ക്രൂര ഹൃദയാന്ന് പറയേണ്ടി വരും. സൂറത്ത് തൗബയിൽ അല്ലാഹ് എന്താ പറഞ്ഞു? അസീസുൻ അലൈക്കും, റസൂൽ നിങ്ങളുടെ കാര്യത്തിൽ വലിയ തൽപരനാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ തൽപരനാണ്, നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്ന ഒന്നും അവിടത്തേക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ റസൂലിന് ഒരു ക്രൂര മുഖം അവതരിപ്പിക്കാനാണ് സത്യത്തിൽ റസൂലുള്ളാഹിക്ക് എല്ലാ ഗൈബും അറിയാം, പറയാത്തതാണ്, മിണ്ടാത്തതാണ് എന്ന് പറയുമ്പോൾ വരുന്നത്. അതുകൊണ്ട് ഇത് ഖാലിഖായ റബ്ബിന്റെ സിഫത്താണ്, ഗൈബ് അറിയാന്നുള്ളത്. അത് ഒരു നബിക്കും വെച്ചൂടാ, ഒരു മഹാനും വെച്ചൂടാ. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഗൈബാന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അയാളൊട്ട് വലിയുമാവില്ല. അയാൾ ശൈത്വാന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയുള്ള അവസരങ്ങളിൽ നമുക്കാവാം. ഞാൻ തൽക്കാലം ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.